അതുകൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ടായി. ബാംഗ്ലൂർ പോയിരിക്കും അല്ലേ? ആ അതെ, ഉടനെ പോയിരിക്കും. നാളെ തന്നെ പോകും. അത് നന്നായി, ഒന്നും വൈകിപ്പിക്കണ്ട. അനുകൂട്ടൻ ഓക്കെ ആണോ? ഞാൻ ഓക്കെ. എന്താ ഞാനെന്ന് പറഞ്ഞ ഫീലിങ്സിൻ്റെ ഞാനൊന്ന് മനസ്സോർന്ന് എന്നോട് പറഞ്ഞില്ലേ, അത് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ മനസ്സോർത്തൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഓക്കെയാ. അനുകൂട്ടിന് സങ്കടമാവുമെന്ന് ഓർത്ത് എനിക്ക് ടെൻഷനായിരുന്നു. എന്തിന്? പിന്നെ സൽമാൻ പറഞ്ഞ അനുകൂട്ടിനെ ഒന്ന് കാണണമെന്ന്. കാണാൻ പറ്റുന്നൊന്നുമില്ല, ഞാൻ ഇന്ന് മുതൽ നല്ല തിരക്കല ക്ലാസ്സൊക്കെ ആയിട്ട്. അപ്പം ഓരോ ദിവസമാകട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണും. ഹായ്. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ പോയി ചായ വാങ്ങിയിട്ട് വരാവേ. അനുക്കുട്ടാ, എന്തുണ്ട്? സുഖല്ലേ? എന്താ ചൂടല്ലേ? ആ പഠിത്തം എങ്ങനെ പോണു? കുഴപ്പമില്ല. അനുക്കുട്ടൻ സംസാരിക്കില്ലേ? ഞാൻ സംസാരിക്കും. ബാംഗ്ലൂർ എങ്ങനെ ചൂടുണ്ടാ? കുഴപ്പമില്ല, മാനേജബിളാ. മാനേജ്. എങ്ങനെ വന്നു ബാംഗ്ലൂരിൽ നിന്ന്? ഞാൻ ബൈക്കിൽ. മൈലേജ്? മൈലേജ് 40-35. ബാംഗ്ലൂരിലാണ്ട് RCB ആയിരിക്കും അല്ലേ? ഞാൻ CSK. ആ ഞാനും CSK. നല്ല ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്ക്. ആ ഫാമിലി എല്ലാവർക്കും നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ വേറെന്താ വിശേഷം? ആ ഇങ്ങനെ പോണു. ഓ എന്നോട് ഹാപ്പി അല്ലേ? ഞങ്ങളുടെ ശബ്ദം നല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലതാണ്. അനുക്കുട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദേർ ഫോർ. ഏയ് അങ്ങനൊന്നുമില്ല. അടുത്ത പ്രാവശ്യം അടി ഉണ്ടാക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞാൽ മതി. ഐ വിൽ മേക്ക് മൈ സെൽഫ് അവൈലബിൾ. അതാ ഫുഡ് കഴിക്കാൻ. അനുക്കുട്ടൻ പാവാട്ടോ. അനുക്കുട്ട, നല്ല വിഷമം കാണും, പക്ഷേ വിഷമിക്കരുത്. അവസാന നിമിഷം അവളെ പിടിച്ചു നിർത്തി സീൻ കച്ചറാക്കാൻ തോന്നും, പക്ഷെ ആക്കരുത്. എന്താ അനുക്കുട്ട ഈ സമയത്ത്? ശരിക്കും നമ്മൾ പോവാ?